ഇതാണ് ആ സാധനം. ദേ ഇഞ്ചി 10 രൂപയ്ക്ക് വാങ്ങിച്ചു. വേണ്ടേ 10 കിലോയുടെ അരിച്ചാക്കിലാണിത് ഞാൻ നട്ടുവെച്ചത്. ഏതാണ്ട് 6 മാസത്തിൽ കൂടുതലായി. അപ്പോൾ ഇന്നിവിടെ വീട്ടിൽ ഇഞ്ചിയില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ടിതേ നമ്മുടെ ഇഞ്ചി തടച്ച് കൊളുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കാം. എത്രത്തോളം ഇഞ്ചി കിട്ടുമെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം നോക്കാം. ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഡെയിലി ആവശ്യമുള്ളൊരു സാധനം, എന്നാലും അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയുണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു സാധനം ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ടോ ഞാൻ നട്ടതും നമ്മുടെ ഒരു അരിച്ചാക്കിൽ. ഇന്ന് വീട്ടിൽ ഇഞ്ചിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുണ്ടല്ലോ, നമുക്കിതങ്ങ് എടുത്ത് നോക്കാം. പിന്നെ 6 മാസത്തിൽ കൂടുതലായി ഞാനിത് നട്ടിട്ട്, നട്ടപ്പം ഇട്ട വളം മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും അഡീഷണലായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടില്ല. നട്ടപ്പം നമ്മൾ ഇതിനടിയിൽ കരികലയ്, കോഴിക്കാരവ്, പിന്നെ ചാരം, ഇത്രയെല്ലാം ഇട്ടാണ് നമ്മൾ നട്ടത്. പിന്നെ പ്രകൃതി കൊടുത്ത വെള്ളവും വെയിലും. കാരണം ഞാനില്ലായിരുന്നതുകൊണ്ട് ഇവർക്ക് യാതൊരു പരിചരണയും കിട്ടിയില്ല. എന്നിട്ട് പോലും ഇതാണ്ട് ഇവർ ഈ വളർന്ന് നല്ല രീതിയിൽ നിൽക്കുക. അപ്പം നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ 10 രൂപയുടെ ഇഞ്ചി. നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ പൊങ്ങി കാണാം കേട്ടോ. നമുക്കൊന്ന് എടുത്തു നോക്കാം എത്രത്തോളം ഇഞ്ചി ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഇഞ്ചിയെ നിറച്ചു മുകളിൽ കാണുന്നുണ്ട്. നമുക്ക് ഇത് ഞാൻ കംപ്ലീറ്റ് കുടഞ്ഞിടുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ളതൊന്ന് പറിച്ചു നോക്കാം. ഓരോന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ അടിയിലോട്ടുണ്ട് കേട്ടോ. വാവ്, നല്ല പോലെയുണ്ട്. രണ്ട് അടുത്തതും നിറച്ചുണ്ട്. ഇനിയുണ്ട് അടിയിലോട്ട്. ഒട്ടും നിരാശപ്പെടാനില്ല. ഇതാണ്ട് ഇല്ലാന്ന് തോന്നുന്നു, തീർന്നു തോന്നുന്നു കേട്ടോ. സോ നിരാശപ്പെടാനില്ല. നമുക്ക് ഇത്രയും കിട്ടി. 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടേ ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ. നല്ല ഇഞ്ചി ഇനിയും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇവിടെയുണ്ട് കുറച്ചേറെ. സോ ഇത്ര ഇഞ്ചിയാണ് നമുക്ക് ഇപ്പം കിട്ടിയത്. ഇത്ര സാധനം 10 രൂപയ്ക്ക് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാര്യമല്ലേ. 10 രൂപയുടെ ഇഞ്ചിയാണ്. കൊള്ളാം അല്ലേ? വലിയ കെയറോ
വലിയ പരിചരണം ഒന്നും കൊടുക്കാതെ തന്നെ അവർ നമുക്ക് ഇത്രയും വിളവ് തന്നു. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നേ ഇതൊക്കെ. വലിയ ചിലവില്ലാതെ നമ്മുടെ വെറുതെ കിട്ടുന്ന അരിച്ചാക്കിനകത്ത് ഇത് വെച്ചാൽ മതി. ഇതിങ്ങനെ ഉണ്ടായിക്കോളും. നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമ്മളിങ്ങെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ഇതെല്ലാം ഇതിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നില്ല. അതേ ഇതിലേക്ക് തന്നെ, അതേ ചാക്കിലേക്ക് തന്നെ ഒരു കുഴി ഉണ്ടാക്കി നമുക്കിതങ്ങ് നട്ടുവയ്ക്കാം. അപ്പം ഇനിയും നമുക്ക് ഇഞ്ചി കിട്ടും. ഞാനതെടുത്ത് മാറ്റി കളയുന്നേയില്ല. ബാക്കിയുള്ളത് അങ്ങ് നട്ടുകൂടെ വയ്ക്കുകയാണ്. അപ്പോൾ ഇതുകൂടി ഇരുന്ന് ഇനി ഉണ്ടായി വരട്ടെ. ഇഞ്ചി വിത്താണ് നടുന്നത്, എന്നാലും ഞാനിത് കളയാതെ ഇതിൽ തന്നെ നട്ടു. കാരണം ഇതിനടിയിലത്തെ കുറേയേറെ വേരുകളും കുറച്ച് ഇഞ്ചിയുണ്ട്. അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയില്ല. അധികം മുതൽ മുടക്കില്ലാതെ, അതും വെറും 10 രൂപ മാത്രം മുടക്കി. അരിച്ചാക്കാണ് ഉപയോഗിച്ചത് നമ്മളിത് നട്ടുവെക്കാനായിട്ട്. പിന്നെ വെറും മണ്ണും കുറച്ച് വളങ്ങളുമായിട്ട് കൊടുത്തേ. അധികം മുതൽ മുടക്കും ഇല്ലാതെ, അധികം ചിലവും ഇല്ലാതെ, അധികം നമ്മുടെ സമയം പോലും ഉപയോഗിക്കാതെ നട്ടു വളർത്തിയ ഇഞ്ചിയാണിത്. 10 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? 10 രൂപയ്ക്കും വിലയുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് എന്തും നേടാൻ പറ്റും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തെടുത്താലേ അതല്ലേ ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു 10 ചാക്കിൽ നട്ടാൽ മതി. നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇഞ്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത്രത്തോളം കിട്ടി. വെറും 10 രൂപയ്ക്കാണ്. അപ്പോൾ 10 ചാക്കി നടുന്നതിന് 100 രൂപയുടെ ചിലവേ വരത്തുള്ളൂ. നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇഞ്ചിയും കിട്ടും. എനിക്ക് ഇനിയും ചാക്കുകളിനകത്ത് ഇഞ്ചി നട്ടത് ഇരിപ്പുണ്ട്. അത് ഞാൻ തുറന്നെടുത്തില്ല കേട്ടോ. ഒരെണ്ണം മാത്രം ഒന്ന് ട്രയലിനെടുത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്നറിയാൻ. നമുക്കേ ഇതൊന്ന് കഴുകിയെടുത്തേക്കാം. എങ്കിലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസൊക്കെ കാണാൻ പറ്റും. ഇത് നല്ല വലിയ ഇഞ്ചി കേട്ടോ. ഒരു കൊച്ചു അടുക്കളത്തോട്ടം ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇത്രയും ഇഞ്ചിയുണ്ട്. ഇത്ര ഇഞ്ചിയാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്തത്. അതും 10 കിലോയുടെ വെറുതെ ഒരു അരിച്ചാക്കിൽ 10 രൂപയ്ക്ക് മേടിച്ച് നട്ട ഇഞ്ചി. ഇങ്ങനെ 10 ചാക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇഞ്ചി ആയി കഴിഞ്ഞു.